5 വർഷമായിട്ട് എൻ്റെ ചേട്ടന് പരോള് പോലും കിട്ടാത്തത് നീ കാരണമാണെന്ന് എനിക്കറിയാം. ദിവ്യ, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക. എടാ പട്ടി, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. നിക്ക് നിക്ക് നിക്ക്, നീ വെക്കല്ലേ വെക്കല്ലേ. ഒരു ഒറ്റ കാര്യം, എനിക്ക് നിന്നെ എനിക്ക് സത്യം പറയാലോ, നമ്മുടെ കാര്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ ഒന്ന് ബീച്ചിൽ വന്നാൽ നമുക്ക് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. അത് ചേട്ടാ, എന്റെ ഒരു ഫ്രണ്ടാ. അകത്തുണ്ട്. അപ്പ എന്തോ അപ്പ കൊള അടിപൊളി ബെസ്റ്റ് പാർട്ടി എന്തോ അപ്പ അപ്പൻ ഈ പഴയ കാര്യങ്ങൾ കാലം ജിപ്പിലിരിക്കുമോ? നമ്മളതൊക്കെ നേരെ സംസാരിച്ച് കളഞ്ഞ കാര്യങ്ങൾ ഇപ്പം ചെന്നേ വാ, ആഴ്ചയില്ലാതെ കാണാതെ മനുഷ്യ തന്നെ കൂടെ ഇങ്ങോട്ട് വന്നിരുന്നേ. എൻ്റെ അപ്പൻ ഇങ്ങോട്ട് ഇരുന്നേ. ടോണി, എൻ്റെ അപ്പ 10 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഓർത്തോണ്ട് അപ്പൻ ഇപ്പം ഇരിക്കുക. വേറെ ഒരു പണിയില്ലേ? അതങ്ങനല്ലടാ മോനെ. ഡിസംബർ 19 ഞാനൊക്കെ ഓർത്തു പോയി. എൻ്റെ അപ്പ, ഇതെല്ലാം നമ്മൾ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൻ ഇതിനെപ്പറ്റി എന്തിനായി കൂടുതൽ ചിന്തിക്കുന്നത്? ഇതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. അപ്പ ഞാനല്ലേ പറയുന്നേ, അപ്പൻ്റെ മോനല്ലേ പറയുന്നേ. അപ്പൻ നല്ല എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ഇപ്പം ചെന്നേ, വെറുതെ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ആലോചിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം നല്ല സന്തോഷത്തിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. നമ്മളിതെല്ലാം തിരിച്ചു പിടിക്കും. ആഹാ, അപ്പനും മോനും നല്ല ഫോമിലാണല്ലോ. അതൊന്നും ഇല്ലടി മോളെ, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആരടി മോളെ? അത് എൻ്റെ ഒരു ഫ്രണ്ടാ. ആരാടി? അന്നൊന്നും തുടങ്ങിയാണല്ലോ. അത് പറ, കേക്കട്ടെ. വന്ന പോലെ നീ വരുന്നു കട്ട് ചെയ്യുന്നു, വരുന്നു കട്ട് ചെയ്യുന്നു. കാര്യം പറ. അതിന് ചേട്ടാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. പേര് ശ്രീദേവ് എന്നാ. എന്നിട്ട് എവിടുത്തുകാരനാ? നമുക്ക് പരിചയമാനെ. കാണിച്ചേ. ഇവന്റെ പേരെന്തോ പറഞ്ഞേ? ശ്രീദേവ്. ശ്രീദേവ്. ആ, അപ്പോ ഇതൊന്ന് കണ്ടേ. മോനെ ടോണി,
ഒരു ചതി കൂടെ എൻ്റെ കുടുംബത്തിൽ കയറിയാ അത് ഞാൻ താങ്ങുകയില്ല കേട്ടോ. എടി കുഞ്ഞേ, നിനക്ക് ഇവനെ എവിടുന്ന് കിട്ടിയത്? നിനക്ക് ഇവൻ ഏതാണെന്നോ എന്താണെന്നോ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ നിനക്ക് വല്ലതും അറിയാമോ? ഇവൻ്റെ അപ്പനാരാന്ന് നിനക്കറിയാമോ? എടി, നമ്മൾ ഇത്രയും ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഈ കിടന്ന് അനുഭവിക്കുന്നതിന് കാരണക്കാരാണ് നിനക്കറിയാമോ? നിനക്കൊരു വാസുദേവൻ അറിയാമോ? വാസുവിനെ മക്കളെ നിനക്കറിയാമോ? എടി, അതിൽ ഇളയവനാണിത്. മാര് 3 ആമ്പിള്ളേരാ. അതിൽ മൂത്തൊരുത്തനുണ്ട്, എബി. അവൻ ഒരുത്തൻ കാരണമാണ് ഇന്ന് ഞാനും നീയും നമ്മുടെ അപ്പൻ മുമ്പേ അവിടെ കിടന്ന് വിഷമിച്ചിരുന്നത്. നിനക്കിതുവല്ലോ അറിയാം? ഇതുവല്ലോ അറിഞ്ഞിട്ടാണ് നീ ഇതിനകത്ത് പോയി വീണത്? വീണ്ടും അപ്പൻ ഇപ്പോൾ പറഞ്ഞിട്ട് പോയാൽ എന്താ? ആ മനുഷ്യൻ നെഞ്ചു പൊട്ടി അവിടെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണക്കാരാണ് നീ ഇപ്പോൾ ഈ കൊണ്ടുവന്ന ഈ ചെറുക്കൻ. ഞാൻ പറഞ്ഞ നീ കേൾക്കുന്നുണ്ടോ? അതിൽ ഈ മൂത്തവൻ എബി. അവന് എബി എന്നുള്ള പേരെങ്ങനെയാണെന്ന് നിനക്കറിയാവോ? എടി, എബി പഠിച്ചതും വളർന്നതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നിട്ടാണ്. നമ്മുടെ അപ്പനും അവൻ്റെ അച്ഛനുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് അവൻ എബി വാസുദേവൻ എന്ന് പേരിട്ടത്. ഇതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമാണ്. അവൻ എന്ന് ആ ബിസിനസ്സിൽ കയറിയോ അന്നു മുതൽ തുടങ്ങി നമ്മുടെ അപ്പൻ്റെ കഷ്ടകാലം. ഇത് വല്ലതും അറിഞ്ഞുകൊണ്ടാണോ നീ ഇതിനകത്ത് പോയി വീണത്? നമ്മുടെ 7ാമത്തെ ബാറ് കൊച്ചിന് ഓർമ്മയില്ലേ? പതിവ് പോലെ വൈകുന്നേരം അപ്പൻ അവിടെ ചെന്നപ്പം എബി ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ കോൺട്രാക്ട് സൈൻ നമ്മുടെ അപ്പം ഒരു പാവമായിരുന്നു. അവൻ്റെ കുരുട്ടുബുദ്ധിയിൽ നമ്മുടെ അപ്പം പെട്ടുപോയത്. മോനെ, നിന്റെ പപ്പയും ഞാനുമായിട്ട് എത്ര വർഷത്തിൽ എന്താണെന്നറിയാമോ? നിന്നെ വിശ്വസിച്ചാണ് എനിക്ക് തരുന്നേ. ഉഷാറാക്കണപ്പാ. എബി പേപ്പറും വാങ്ങി പോയ പുറകെ വാസു ഓടി. വാസു ഒന്നും അറിയാത്ത പോലെ അവിടെ വന്ന് അപ്പനെ സ്നേഹത്തിൽ ഞാൻ കുളിപ്പിച്ചു. ഓ, ചെറുക്കൊരു പേപ്പർ കൊണ്ടുവന്നായിരുന്നു. അതൊന്നും സാരമില്ല, നാം നോക്കിക്കോളൂ. സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ആയപ്പോൾ ബാറ് 7ആയി. അല്ല, ആ 2 ബാറുകളുടെ ഓപ്പണിംഗ് എന്തായി? അത് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, അപ്രൂവലിന് വെയിറ്റ് ചെയ്യാം. വല്ലാതെ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. 9ാമത്തെ ബാറിന്റെ പെർമിഷനെ പറ്റി സംസാരിച്ച മുതൽ അപ്പന് ഡൗട്ട് അടിച്ചു. ടോണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ അവനോടെ അർജന്റായിട്ട് എന്നെ വിളിക്കാൻ പറയണേ. നമ്മുടെ 9ാമത്തെ ബാറിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പനെ ഒന്ന് ഫോൺ വിളിച്ചായിരുന്നു. ഏകദേശം കാര്യങ്ങളൊക്കെ അപ്പനെ അന്നേ കത്തിയതാണ്. എടി, നമ്മൾ ജനിച്ചു വളർന്നതും നമ്മൾ ജീവിച്ച സാഹചര്യം നിനക്കറിയാവും. നീ ജനിച്ചു വളർന്ന വീട് നിനക്ക് ഓർമ്മയുണ്ടോ? നീ പഠിച്ച സ്കൂൾ നിനക്ക് ഓർമ്മയുണ്ടോ? അതിൽ നിന്നെല്ലാം മാറി നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വരുന്നതിൻ്റെ കാരണക്കാരനാരാ? അവൻ ഒരുത്തനാ, എബി വാസുദേവൻ. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ്റെ അടുത്താണ് നീ ഈ പരിപാടിക്ക് പോയിരിക്കുന്നത്. ഇത് വല്ലതും ചിന്തിക്കാറുണ്ടോ? ഇതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീ? ചേട്ടാ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? നാളെ അമ്മേനെ കാണാൻ വിളിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നാളെ പോവും, ബാക്കി അറേഞ്ച് ചെയ്യാം.
എന്ത് ഈ മൊബൈൽ നോക്കി നിൽക്കുന്നത്? എന്താ പനിയൊക്കെ എങ്ങനെയുണ്ട്? മാറി കുറഞ്ഞിരുന്നു. നീ എന്താ ഇന്നലെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ? ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നോ? എനിക്ക് കാണാൻ തോന്നി, ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പറ്റിയൊരു സ്ഥലം എനിക്ക് ഇതാ തോന്നിയത്, അങ്ങോട്ട് വരാൻ. നീ എന്ത് പറയണോന്ന് പറഞ്ഞേ? ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം, നീ വെയിറ്റ് ചെയ്യേ, സമയം എന്താ? അതെ, ഞാൻ ഇന്നലെ നിന്റെ ഫോട്ടോ ചേട്ടനെ കാണിച്ചു. ആണോ? എന്നിട്ട് എന്നാ പറഞ്ഞു? ചേട്ടന് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ആണോ? കുഴപ്പമില്ല, എന്നായാലും കാണേണ്ടതല്ലേ, അതൊന്നും പ്രശ്നമല്ല. എന്താ നടക്കാന്ന് നോക്ക്. നീ ഒന്നും ടെൻഷൻ ആവണ്ട, ഒക്കെ ശരിയാവും. ഓക്കെ, അതൊക്കെ പോട്ടെ. നീ പറ, നീ എന്തോ പറയാൻ വന്നല്ലോ, അത് പറ ഫസ്റ്റ്. എന്തൊക്കെയോ നിന്നോട് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കാര്യത്തിൽ എനിക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിന്നെ കണ്ടു, എന്നെ സംസാരിച്ചു, ഇപ്പം ഞാൻ ഓക്കെയാണ്. എന്തൊക്കെയോ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. എന്തായിരുന്നു എൻ്റെ പേടി? നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കില്ലേ എന്നൊരു പേടി. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്, എനിക്കെല്ലാം സെറ്റായി. ഞാൻ നിന്നൊന്ന് കണ്ടപ്പോൾ ഓക്കെയാണ് ഞാൻ. പിന്നെ അടുത്ത പ്ലാൻ എന്താ നിന്റെ? അടുത്ത പ്ലാൻ എന്താ? നമുക്കൊരു കോഫി അടിച്ചാലോ? എടാ, നമുക്ക് ഇവിടെ പോയാലോ? അതാരടി വണ്ടിയിൽ? ഞാൻ നോക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. എന്തെങ്കിലും പ്രശ്നമാവും? നീ ഇപ്പം അങ്ങോട്ട് നോക്കാൻ പോകും. അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഏതാടാ നിനക്കെന്താ ഇവിടെ കാര്യം? ഇപ്പോൾ ചെക്കന്മാരേതാ? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എന്താ പ്രശ്നം? എന്താ നിങ്ങളോട് എന്തിനാ വന്നേക്കുന്നത്? അവൾ ചുമ്മാ ബീച്ചിൽ എന്തിനാ വരുന്നത്? ഈ സമയത്ത് എന്താ ഇരിക്കുന്നത് ചോദിച്ചേ? ഈ സമയത്തിന് എന്താ പ്രശ്നം? ബീച്ചിൽ വരുന്നതിന് പോകുന്നതിന് സമയമുണ്ടല്ലോ. ഈ സമയത്ത് നിനക്കിപ്പോൾ എന്താ ഇവിടെ കാര്യം? അല്ല നിങ്ങളെ കണ്ടിട്ട് അറിയാവുന്ന പെണ്ണാണ്. അല്ല നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു പന്തി തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഉള്ള നേരത്തെ ഇവിടെ സംസാരിക്കട്ടെ. ഉള്ള നേരത്തെ സ്ഥലം ഇവിടെ വന്നു മാഷേ. ഇല്ല അറിയാം, ഞങ്ങൾ പൊക്കോളാം. ഈ സ്ഥലം അത്ര ശരിയല്ല. ചെക്ക നീ ദേഹത്ത് കേൾക്കുന്ന എന്തിനാ? പിന്നെ നിങ്ങൾ എടുത്തേടാടാ. വെച്ചിട്ടുണ്ടോ? എന്നാ വാടാ. ആണോ? ഞാൻ വിചാരിച്ച പോലെയല്ല, എന്തോ കട്ടപ്പണിയാണ്. നമുക്ക് ഇവിടുന്ന് സ്കൂട്ടായാലോ? നീ എന്തെടുത്തനാടാ? എന്നാ ശരി, ഞാൻ അപ്പനൊന്ന് വിളിക്കട്ടെ. ഓക്കെ? നീ എന്താന്ന് ചേച്ചി? ഇങ്ങനെ വിളിച്ചാൽ കിട്ടുമെന്നോ? സാറിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഏത് സാറ്? ഈ ബാറിന്റെ മുതലാളി ഞാനാ. സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് വേണോ? എന്റെ മോനെ കാണാൻ ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് വേണ്ട എനിക്ക്. അപ്പാ കേട്ടി അകത്തും എടാ എബി, എനിക്ക് ഈ പണി പുറത്തു കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഈ പണി വന്നിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലോട്ട് തന്നെയാണ്. നീ അത് ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തീർക്കുന്നു എനിക്കറിയാം. നിന്റെ അനിയൻ ദേ ഈ പെണ്ണിന്റെ പുറകെ. ഈ പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ ചേർന്നല്ല.
എന്നാടാ? എന്നെ കുറച്ച് പേര് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ആരാ നിന്റെ കൂടെ? ഞാൻ ദിവ്യയുടെ കൂടെയാണ്. അപ്പോൾ വരാൻ പറ്റുമോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണ് നമ്മുടെ കുടുംബത്തിന് ചേർന്നല്ലെന്ന്. ആ പെണ്ണുമായിട്ടുള്ള സകല കമ്പനി ഒഴിവാക്കാനും നിന്നോട് പറഞ്ഞിരുന്ന. അപ്പൊ ഇങ്ങോട്ടൊന്നും പറയില്ല. ഞാനിപ്പോ കേൾക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല. എവിടെയാ നിന്റെ ലൊക്കേഷൻ? ഞാൻ ലൊക്കേഷൻ ഇട്ടുണ്ട്. ലൊക്കേഷൻ കിട്ടിയല്ലോ. ഇതാ പറ്റിയ സമയം. നീയൊക്കെ കളിച്ചതാരോടെന്ന് അറിയാമോടാ?
എന്താ കാര്യം വെച്ച് കഴിഞ്ഞാ ചേട്ടാ പ്ലീസ്. എടോ തന്തേ, ഇതെന്റെ പെങ്ങളോച്ച. ഇവള് വന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഞാനത് നല്ല വെടുപ്പിന് അന്വേഷിച്ചു. അപ്പം എനിക്ക് മൊത്തം കാര്യം മനസ്സിലായി. എടോ തനിക്ക് അറിയാവോ എന്നെ? എൻ്റെ പേര് തെക്കൻകുന്ന ടോണി. തനിക്ക് മനസ്സിലായടോ എൻ്റെ അപ്പൻ്റെ പേര് തെക്കൻകുന്ന ജോണി. തനിക്ക് വല്ല ഓർമ്മയുണ്ടോ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം വല്ലോ? തനിക്ക് ഓർമ്മയുണ്ടോ കിളവാ? എടോ നാറി, 10 വർഷം മുമ്പ് താനും എൻ്റെ അപ്പനെയും കൂടെ ഒരു കൂട്ടുകച്ചവടം ചെയ്ത് തനിക്ക് ഓർമ്മയുണ്ടോ? അത് താൻ കുറെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് പോയില്ലേ, മൂഞ്ചിച്ചോണ്ട് പോയില്ലേ? അതിന് പകരമായിട്ട് ഞാൻ ഇവനെ ഇനി എടുക്കുക. ഇവനെ മൊത്തത്തിൽ ഞാൻ അങ്ങ് എടുക്കുക. നീ എന്നാ ചെയ്യണ? പിന്നെ എനിക്കിവിടെ വേറൊരു കണക്കൂടെ തീർക്കാനുണ്ട്. എന്റെ വാടാ പന്നി. അപ്പാ ജോണി, എന്നോട് പൊറുക്കടാ. 10 വർഷം മുമ്പ് നടന്നു. പാപ്പു ഡാഡി ആ മകൻ മോളെ, എന്നോട് ക്ഷമിക്കടി. നീ നിന്റെ അപ്പന്റെ ഊള സ്വഭാവം എടുക്കരുത്. ടോണിച്ചേട്ടനും കൂട്ടുകാരും അന്ന് എൻ്റെ ചേട്ടനെ തല്ലിക്കൊന്ന സമയത്ത് എനിക്ക് നോക്കി നിൽക്കാൻ പോലും പറ്റിയില്ല. അന്ന് നിന്റെ തല്ലും വാങ്ങി അന്ന് നിന്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ക്യാഷ് ക്ലബ് അല്ലേ?